ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. നമ്മുടെ തിരക്കുള്ള പട്ടണങ്ങളിലെ നടപ്പാതകളിലെ ഒളിഞ്ഞിരിക്കുന്ന ചൂണ്ടക്കുളത്ത് അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പാതയോരങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമൊക്കെ ഹൈക്കോടതി നിരോധിച്ചിരിക്കുന്നതാണ്. ഇവയെ അഴിച്ചു മാറ്റി കഴിയുമ്പോൾ റോഡിൽ അല്ലെങ്കിൽ പോസ്റ്റുകളിലും തൂണുകളിലുമൊക്കെ അവശേഷിപ്പിക്കുന്ന ഒരു അപകടത്തെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് തുറന്നു കാണിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അനുഭവമുണ്ടായിരിക്കും, തിരക്കുള്ള ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ പോസ്റ്റുകളിലും തൂണുകളിലുമൊക്കെയുള്ള ഇത്തരം കമ്പികൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് മുറിയുകയോ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ കൊണ്ട് കീറുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആരെയെങ്കിലുമൊക്കെ ശപിച്ചുകൊണ്ടല്ലേ പ്രാഗിക്കൊണ്ടോ അല്ലെ തൻ്റെ തന്നെ ശ്രദ്ധയില്ലായ്മയെന്ന് മനസ്സിൽ കരുതിക്കൊണ്ടോ ഒക്കെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ വലിയൊരു അപകടമാണ്. പോസ്റ്ററുകളും ഫ്ലക്സുകളുമൊക്കെ വച്ചതിന് ശേഷം അവ നശിച്ചു പോവുകയോ കീറിക്കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അവശേഷിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ നൂൽക്കമ്പി മുതൽ നല്ല ടെമ്പറുള്ള കമ്പികൾ വരെയാണ്. ഇതിൽ പല കമ്പികളും ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ കണ്ണിൽ തറയ്ക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിലെ ദൃശ്യങ്ങൾ ചങ്ങനാശ്ശേരി പട്ടണത്തിലെ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ഫുട്പാത്തുകളിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ തിരക്കുള്ള സമയങ്ങളിൽ പരസ്പരം തട്ടാതെയും മുട്ടാതെയും വളരെ വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഇത്തരം കമ്പികളിൽ തട്ടി അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കൈക്കുഞ്ഞുങ്ങളെ തോളിൽ എടുത്തുകൊണ്ട് പോകുന്ന മാതാപിതാക്കളും അറിയുന്നില്ല സമീപത്തെ പോസ്റ്റുകളിൽ നിന്നും ഇത്തരം കമ്പികൾ കൊണ്ട് കുട്ടികളുടെ ശരീരം മുറിയുകയോ വസ്ത്രം കീറുകയോ ചെയ്യുന്നത് ഒരുപക്ഷെ അവരും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കാണാം, ഇതൊരു ഇൻസുലേഷൻ ചെയ്ത ഒരു കമ്പിയാണ്. ഇതിൻ്റെ അഗ്രഭാഗത്ത് കമ്പി തെളിഞ്ഞു കാണാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ചില കമ്പികളുടെ ഭാഗങ്ങൾ നിൽക്കുന്നത് നേരെ റോഡിലേക്കാണ്. ഇതിൻ്റെ അപകടമുണ്ടാകുന്നത് ഒരുപക്ഷെ ഇതുപോലെ വരുന്ന ബസ്സുകളുടെ സൈഡ് സീറ്റിലിരിക്കുന്നവർക്കായിരിക്കാം ഇതുകൊണ്ടൊരു അപകടമുണ്ടാകുന്നത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇത്തരത്തിലെ ഫുട്പാത്തുകളിലുള്ള മുഴുവൻ കമ്പികളും നീക്കം ചെയ്യുവാനായിട്ട് മുൻകൈയെടുക്കണം. അതുപോലെ തന്നെ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് നിയമം മൂലം ഇത് നിരോധിക്കുകയും ചെയ്യുക. മറ്റൊന്നുള്ളത്, ഇത്തരത്തിലുള്ള പരസ്യങ്ങളും ബോർഡുകളുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തൂണുകളും ബോർഡുകളും ക്രമീകരിക്കുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവയിൽ നിന്നൊരു വരുമാനം നേടുകയും പരസ്യ കമ്പനികൾക്ക് അവരുടെ പരസ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യാനാവും. ചിലന്തി വലകൾ പോലെയാണ് പല പോസ്റ്റുകളിലെയും കമ്പികൾ തുരുമ്പെടുത്തും ദ്രവിച്ചും നശിച്ച് നിൽക്കുന്നത്. ധാരാളം കുട്ടികളും മുതിർന്നവരും എത്തുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിന് മുൻപിലുള്ള കാഴ്ചകളാണ് ഇനി ഈ കാണുന്നത്. നടപ്പാതകളിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ പതിയിരിക്കുന്ന ചൂണ്ടക്കുളത്ത് അപകടങ്ങളിൽ പെടാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൂടി നമുക്ക് ഒന്ന് ഉപദേശിക്കുകയും കൂടി ചെയ്യാം. സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. അത് അപകടരഹിതമാക്കി കൊടുക്കുക എന്നത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വലിയ കഷ്ടനഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.